എല്ലാവർക്കും ക്ലൂലെസ് പാസ്പോർട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ അഞ്ചുതേൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കഫേയിലേക്കാണ് വന്നിരിക്കുന്നത്. ഹൗലിംഗ് വൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ അഞ്ചുതേല് ബീച്ച് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു കഫേയാണ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ എങ്ങനെയുണ്ട് പോയി നോക്കാം. ഇവിടുത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡൊക്കെ ട്രൈ ചെയ്യാം. നല്ലൊരു വൈബുള്ള കഫേയാണ്, നല്ല മ്യൂസിക്കും നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു കഫേ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഉള്ളിൽ പോയി നോക്കാം. നമുക്ക് ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനലിൽ കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്താമ്പോൾ ഞങ്ങൾ ഇടുന്ന കൂടുതൽ ട്രാവൽ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻട്രൻസിൽ തന്നെ ഹസ്ബൻഡ് ഡേ കെയർ സെൻറ്റർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ലീവ് യുവർ ഹസ്ബൻഡ് വിത്ത് us, വി ലുക്ക് ആഫ്റ്റർ ഹിം ഫോർ യു, യു ഓൺലി പേ ഫോർ ഹിസ് ഡ്രിങ്ക്. നല്ലൊരു കഫേയാണ്, ഒരു ബീച്ച് ഫ്രണ്ട് കഫേയാണിത്. അപ്പോൾ ഇതാണ് നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു കഫേയാണ്. ലൈറ്റിങ്സും അതേപോലെ തന്നെ ലൈവ് മ്യൂസിക് ഇതൊക്കെയാണ് ഈ ഒരു കഫേയിൽ വരുന്നത്. മെയിനായിട്ട് ഇവിടെ ഒരു കോക്ടെയിൽ ബാറാണത്. അപ്പോൾ നിങ്ങൾ വന്നു വെച്ചാൽ ഇവിടെ താഴെ തന്നെ ഇരിക്കുന്ന പോലെ ഒരു സീറ്റിംഗ് സ്പേസ് ഉണ്ട്. ഇവിടെ ലൈവ് ബാൻഡ് പെർഫോമൻസ് ഒക്കെ അവരെല്ലാം എല്ലാ വീക്കെൻഡും ഫ്രൈഡേ നൈറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതൊരു നല്ലൊരു വലിയൊരു കോക്ടെയിൽ കൗണ്ടറാണ്. അപ്പോൾ നമ്മൾ മേലെയാണ് പോണത്. മേലെയാണ് നമ്മൾക്കൊരു നല്ലൊരു ബീച്ച് വ്യൂ ഉള്ളൊരു സീറ്റിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു ബീച്ച് വ്യൂ ഉള്ള ഒരു സീറ്റിംഗ് ആണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. കുറേ ഫോട്ടോ എടുക്കാനുള്ള നെസ്റ്റ് പോലെ ബാലി നെസ്റ്റ് പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നു വെച്ചാൽ നമ്മൾക്ക് ഫുഡ് മാത്രമല്ല കുറേ മ്യൂസിക് ലൈവ് മ്യൂസിക്സ് ഒക്കെ ഉണ്ട്. സാക്സോഫോൺ യൂസ് ചെയ്ത് പ്ലേ ചെയ്തിരിക്കുകയായിരുന്നു. അടുത്തത് ഒരു 7 o'clock ആകുമ്പോൾ ലൈവ് ബാൻഡ് ഉണ്ട്. അപ്പോൾ അവിടെ അവർ ലൈവ് ബാൻഡ് പെർഫോമൻസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞു. നല്ല അടിപൊളി ബാൻഡ് പെർഫോമൻസ് ആണ്. കുറേ നേരമായിട്ട് നല്ല മ്യൂസിക്സ് ആണ് പ്ലേ ചെയ്തിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ താഴെ പോയി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കോക്ടെയിൽസ് ഒക്കെ പ്രിപ്പയർ ആയി കഴിഞ്ഞു. നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ട് നല്ലൊരു ക്വാണ്ടിറ്റിയിലാണ് ഈ ഒരു കോക്ടെയിൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. What is this? Pina colada. Yeah. This one? This is Long Island iced tea. Long Island iced tea. Okay, this one? This one is spicy Goa masala martini. Okay, spicy Goa masala martini. This one is spicy jalapeno margarita. Spicy? Jalapeno margarita. Jalapeno margarita. Okay, different one. Yeah, thanks for preparing. Thank you.
സ്റ്റാർട്ടേഴ്സൊക്കെ വന്നു കഴിഞ്ഞു. ഗോൾഡൻ പ്രോൺസ് ആണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഗോൾഡൻ ഫ്രൈഡ് പ്രോൺസ് ആണ് വന്നിരിക്കുന്നത്. കോങ് പോ ചിക്കൻ, ഇതൊരു തായ് ഡിഷാണിത്. അപ്പോൾ ഇതൊരു സ്റ്റാർട്ടർ വന്നിട്ടുണ്ട്. പിന്നെ ഇനിയൊന്ന് വന്നിരിക്കുന്നത് നമ്മൾക്ക് ഡിംസമാണ് വന്നിരിക്കുന്നത്. നല്ലൊരു മോമോസ്, ചിക്കൻ മോമോസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ചിക്കൻ ആൻഡ് പീനട്ട് മോമോസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിലാണെങ്കിൽ നമുക്ക് 4 കോക്ടെയിലൊന്ന് വന്നിട്ടുണ്ട്. അതിലാണ് അപ്പോൾ ഒരു ബർഗറും വന്നിട്ടുണ്ട്. നമ്മൾക്കൊരു വലിയൊരു ബർഗറും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾക്ക് ബീഫ് റോക്കറ്റ് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട്, ഒരുപാട് എരിവൊന്നുമില്ല, എരിവൊന്നുമില്ലാത്തൊരു നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പം 5 ഈ ഒരു കോംബോ ചിക്കൻ കഴിച്ച് നോക്ക് എങ്ങനെയുണ്ടെന്ന്. തായ് സ്റ്റൈൽ ഡിഷ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒരു തായ് സ്റ്റൈൽ സോസിൽ ചെയ്ത ഒരു ചിക്കനാണിത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോൺലെസ് പീസൊക്കെ ഉള്ള ചിക്കനിന് അതിന് കൂടെ കുറച്ച് കാഷ്യൂ നട്ട്സ്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, ക്യാപ്സിക്കം ഇതൊക്കെ ഇട്ടിട്ട് ഒരു തായ് സ്റ്റൈൽ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള തായ് സ്റ്റൈലിൽ ചെയ്തൊരു ചിക്കനാണ്. എന്തായാലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് തന്നെയാണത്. എല്ലാ കോക്ടെയിൽസും അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളി മാർഗരീറ്റ ആവട്ടെ, മാർട്ടിനി കോക്ടെയിൽ, പിനക്കൊലോഡ, ലോങ് ഐലൻഡ് ഐസ് ടീ എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോക്ടെയിൽസാണ്. നല്ലൊരു പോർഷനും ഉണ്ട് അല്ലേ, വലിയ പോർഷനിലാണ് അവർ, വലിയൊരു ഗ്ലാസ്സിലാണ് അവർ തരുന്നത് കോക്ടെയിൽസൊക്കെ. നല്ല അടിപൊളി സ്പൈസി, നല്ല ഒരു ഫ്ലേവർഫുൾ ആയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും കോക്ടെയിലും അടിപൊളിയാണ്. ഇവിടുത്തെ മെയിൻ ഓണർ തന്നെ ഒരു മിക്സോളജിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കോക്ടെയിൽസിനൊക്കെ അത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഫ്ലേവേർഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സിഗ്നേച്ചർ കോക്ടെയിൽസ് ഒക്കെയാണ് ഞങ്ങൾ ഇവിടെ ഓർഡർ ചെയ്തത്. നിങ്ങളും വരികയാണെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വരാം, എന്തൊക്കെയാണ് ഞങ്ങൾ കഴിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഗോൾഡൻ ഫ്രൈഡ് പ്രോൺസ് ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂടെ 2 ടിപ്പ് തന്നിട്ടുണ്ട് അവർ. ആ ഒരു പ്രോൺസ് നമുക്കൊരു മസാല ഒരു ബാറ്ററിലൊക്കെ ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് ഒരു ഗോൾഡൻ കളറിലാവണ പോലെയാണ് ഈ ഒരു പ്രോൺസ് എടുത്തിരിക്കുന്നത്. നല്ല സ്പൈസി ഒന്നുമില്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു നല്ലൊരു ഫ്രൈഡ് പ്രോൺസ് കഴിക്കുകയാണെങ്കിൽ ഗോൾഡൻ ഫ്രൈഡ് പ്രോൺസ് ട്രൈ ചെയ്യുക. അപ്പോൾ മോമോസ് ആണ് നമ്മൾ അടുത്ത് ട്രൈ ചെയ്യാൻ പോണത്. ചിക്കൻ മോമോസ് ആണ്. എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയാം ശരണ്യ. എനിക്ക് ആ പീനട്ട് ചട്നിയാണ് ഇഷ്ടമായത്. കാരണം വെറൈറ്റി ആയിട്ടുണ്ട്. വെറൈറ്റി ചട്നിയാ? സാധാരണ നമ്മള് ഡിപ്സ് ഒന്നും അല്ല, നമ്മളുടെ ഒരു ടേസ്റ്റിന് നല്ല സാധാരണ മോമോസ് പോലെ അല്ല, കാണാനും നല്ല വെറൈറ്റി ഉണ്ട്, കളറൊക്കെ. ഡിഷാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്, മെയിൻ ഡിഷിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു സണ്ണി സൈഡപ്പൊക്കെ വരുന്ന പോലെ ഒരു ചിക്കൻ നാസി ഗോറാങ് ആണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് പ്ലേറ്റിങ്ങിനെ കാണാൻ. അപ്പോൾ ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒരു ഓത്തന്റിക് ഇന്തോനേഷ്യൻ ഫ്ലേവറിൽ ഉണ്ടാക്കിയ ഒരു നാസി ഗോറാങ് ആണ്. അതാണ് വർത്ത് ട്രൈ. ഉണ്ട് ഒരു സോസി ആൻഡ് ക്രീമി പാസ്തയാണ്. ഒരു ടൊമാറ്റോ പോലെ ഫ്ലേവറിൽ വരുന്ന ഒരു ചിക്കൻ പെസ്റ്റോ പെനെ പാസ്തയാണത്. അത് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. 2 മെയിൻ ഡിഷും നന്നായിട്ടുണ്ടായിരുന്നു. നാസി ഗോറാങ് എന്ന് പറയുന്നത് ഇന്തോനേഷ്യൻ ഫ്ലേവേർഡ് ഒരു ഫ്രൈഡ് റൈസാണ്. ഒരു സണ്ണി സൈഡ് അപ്പം ഡ്രൈ ഫിഷ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഡ്രൈ ഫിഷിൻ്റെ ഒരു സ്മെല്ല് ഇഷ്ടമാണെങ്കിൽ ആ ഒരു നാസി ഗോറാങ് ഓർഡർ ചെയ്യുക. ഒത്തൻറ്റിക് ഇന്തോനേഷ്യൻ ഫ്ലേവേർഡിലാണ്, ടേസ്റ്റിലാണ് അവർ ചെയ്തിരിക്കുന്നത്. എല്ലാമേ ഒരു ഒത്തൻറ്റിക് അതിൻ്റെതായ ഒരു കുസൈനിലാണ് അവർ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അതേപോലെ നമ്മൾ ഓർഡർ ചെയ്ത പെസ്റ്റോ പെന്നെ പാസ്ത ചിക്കൻ സ്റ്റൈൽ ഒരു ടൊമാറ്റോ പേസ്റ്റിലൊക്കെ ചെയ്ത ഒരു പാസ്തയാണ്. അതും നന്നായിട്ടുണ്ടായിരുന്നു. ആ ഒരു ലൈവ് മ്യൂസിക്, ലൈവ് ബാൻഡൊക്കെ വെച്ച് നമ്മൾക്ക് കഴിക്കുമ്പോൾ നല്ലൊരു വൈബ് തന്നെയാണ് ഇവിടെ കഴിക്കുമ്പോൾ തന്നെ. നമ്മൾ കഴിച്ച ഡിഷൊക്കെ നല്ല ഇവിടുത്തെ ഒരു സിഗ്നേച്ചർ ആൻഡ് ഫേമസ് ഡിഷാണ്. അതൊക്കെ നിങ്ങൾക്കും വന്ന് ട്രൈ ചെയ്യുക. എന്തായാലും നല്ലൊരു അടിപൊളി സ്പോട്ട് തന്നെയാണ് അഞ്ജുനാല്. ഗോവയിൽ നമുക്ക് ഒരു അടിപൊളി സ്പോട്ടിൽ വന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഹൗലിംഗ് ഹോൾസിലൊക്കെ വന്ന് കഴിക്കാൻ പറ്റും. No need to leave so soon. I've been trying all night long to talk to you. Come on, dance with me. Lay down and rest you in my arms. Don't you think you want someone to talk to?
അടിപൊളി ബാൻഡായിരുന്നു. സോ വാട്ട്സ് യുവർ ബാൻഡ് നെയിം ആക്ച്വലി? Well, we are called as the Karmic Connections. Karmic Connections. Connections. Okay, what's the spelling? Karmic. Okay, Karmic. Karmic Connextions. Xions. Okay, that's a beautiful music, bro. Like nice band. Like actually, we loved it. Like we were enjoying the song. Everything was good. So beautiful. Live music ഒക്കെ കണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. അല്ലേ സിബി? നമുക്ക് വേണ്ട ഹോട്ടൽ കാലിഫോർണിയ സോങ്സ് ഒക്കെ പാടിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാൻ അടിപൊളിയായിട്ട് പാടിയില്ല ഒരു ലൈവ് ബാൻഡ്. സൂപ്പർ ആയിരുന്നു. ഫുഡും അടിപൊളിയായിരുന്നു അല്ലേ? ഡെഫിനറ്റ്ലി ഒരു വർത്ത് വിസിറ്റിംഗ് അല്ലേ ഈ ഒരു കഫേയിലൊക്കെ വരികയാണെങ്കിൽ? റേറ്റ് വൈസ് നോക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ലൈക്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് കോമ്പറ്റീറ്റീവ് എല്ലാവിടെയും ഇതേ പ്രൈസ് തന്നെ എല്ലാവിടെയും ഇത്. ഈ ഒരു ഹൗലിംഗ് ഓൾസിൽ വന്ന് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് കോക്ടെയിൽസും അതേപോലെ ലൈവ് മ്യൂസിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലേസ് എന്തായാലും വരിക. ഡെഫിനറ്റ്ലി അഞ്ചിനാല് ഇതൊരു ചെക്കൗട്ട് ചെയ്യേണ്ട പ്ലേസ് തന്നെയാണ്. ഇറ്റ് വാസ് എ വർത്ത് വിസിറ്റിംഗ്. ഞാൻ ലൈവ് ബാൻഡിൽ ഞങ്ങൾക്ക് നല്ലൊരു ഹോട്ടൽ കാലിഫോർണിയ എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പാടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ആ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു സോങ് കണ്ടു നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഫുഡ് ബ്ലോഗ് ഇഷ്ടപ്പെടുന്നതാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ Signing off from Clueless Passwords. Bye bye. See you. അപ്പോൾ ബൈ.